താടിയൊക്കെ പശു നക്കിയ പോലെ വേഗം തോർത്തിക്കോ, ഇല്ലെങ്കിൽ പനി വരും. എന്നാ ഇന്തോനേഷ്യക്കാരത്തിൽ അടി കിട്ടിയിട്ട് ബദൂരുടെ തലയുടെ കിളി പോയി. നിങ്ങളോടൊക്കെ മര്യാദക്ക് ഒരു നന്ദി പറയാൻ പോലും പറ്റിയില്ല. അയ്യോ അങ്ങനല്ല, അതെന്റെ കയ്യിലിരിപ്പിന് എന്റെ സ്വന്തം ചേട്ടൻ എന്നെ തല്ലിയതായിട്ട് ഞാൻ കരുതിയിട്ടുള്ളൂ. പിന്നെ ഒന്നുമല്ലെങ്കിലും നിങ്ങളൊക്കെ സ്വന്തം പെങ്ങളെ പോലെ നോക്കിയില്ലേ എന്റെ അന്നമ്മേ. എന്ത് നിന്റെ അന്നമ്മേ? അതെ ടോണിക്കുട്ട, വൈകിയാണെങ്കിലും ഞാൻ മനസ്സിലാക്കി. റോമിയോക്ക് ജൂലിയറ്റിനെ കൂട്ട്, മജ്നുവിന് ലൈലയെ പോലെ, ജയറാമിന് പാർവതിയെ പോലെ, ബിജുമേനോന് സംയുക്ത വർമ്മയെ പോലെ. ദൈവം എനിക്കായി ഉണ്ടാക്കിയത് അവളെ, എന്റെ അന്നമ്മേ. എനിക്ക് എന്റെ അന്നമ്മയെ തിരിച്ചു വേണം. അതെ, അതിന് എനിക്ക് നിങ്ങളുടെ സഹായം വേണം. ചേട്ടാ പറ്റില്ലെന്ന് പറയില്ല ചേട്ടാ, പ്ലീസ് ചേട്ടാ, പ്ലീസ് ചേട്ടാ, കാലൊടിക്കാൻ ചേട്ടാ, പ്ലീസ് ചേട്ടാ, ഒന്ന് സഹായിക്കാം. താങ്ക് യു ചേട്ടാ, താങ്ക് യു. ഞാൻ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. മീശി ചേട്ടാ എന്തോ. പക്ഷെ ഇതൊക്കെ സംസാരിക്കേണ്ടത് ഇങ്ങനെയല്ല. പിന്നെ എങ്ങനെ? എന്റെ ചേട്ടാ, മര്യാദയ്ക്ക് അപ്പനും അമ്മച്ചിയും പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ എന്റെ വീട്ടിലിരിക്കേണ്ട പെണ്ണ ഇപ്പൊ കണ്ടോമാരുടെ കൂടെ എന്റെ മുന്നിൽ കിടന്ന് കൂത്താടുന്നേ. എന്നാ ചിക്കൻ വേണ്ട, അതെന്നാ? അത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ഇഷ്ടം മച്ചാൻ അന്നമ്മ കിட்ட കട്ട പോസ്റ്റ് കൊടുത്തിട്ട് നിങ്ങളുടെ സ്കൂട്ടായത്? മച്ചാനെ, അവൾ ഇങ്ങനെ മാറുന്നു ഞാൻ അറിഞ്ഞോ? മച്ച ഫിഷ് കഴിക്കും. അതെ, അവിടെ പള്ളിയും പട്ടക്കാരടക്കം നടന്ന പെണ്ണ. അന്നൊന്നും തൊടാൻ പോലും സമ്മതിക്കില്ല. അവിടെ വെറും ചാള നടന്ന പെണ്ണ. ഇവിടെ ഒന്നും നമുക്ക് മത്സ്യം പോലെ. എടാ മോനെ, പോയത് പോയി. എടാ നിന്റെ കാമുകിക്ക് എന്താണ് ഒരു കുറവ്? അവള് നല്ലേ ചേട്ടൻ കണ്ടിട്ടില്ലേ അവൾ എനിക്കിട്ട് പെരുമാറുന്നേ? അത് പിന്നെ പോട്ടെ, അവക്കേ എന്താണെന്ന് എന്താണെന്നാ? Come on, Chandi. I want to make love. No, we already 3 no. Hey, one more, please. No, please. Hey, come on, Chandi. 4 തവണ അവളാ പോടാ. ചിലപ്പോ 10 തവണ വരെ പോകാറുണ്ട്. 10? പറയടാ. അത് പിന്നെ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടതാ. നല്ല അസല് പൂത്ത കാശ്. ഇവിടെ ഒന്നൊന്ന് അടിച്ചു പൊളിക്കാന്ന് കരുതിയതാ. ഇപ്പൊ രാവിലെ അടുക്കളയിലും വൈകുന്നേരം ബെഡ്റൂമിലും അടിമപ്പണിയെ. ഞാൻ ഈ പൊക്കമൊക്കെ വെച്ച് എല്ലാത്തിനും ഒരു പരിധിയില്ലേ? എന്നാലും സണ്ണി പോയി 4 തവണ എന്നൊക്കെ പറയുമ്പോ നടക്കണ? ഈടാ അതൊക്കെ ഓരോരോ ടൈംസ് പോലെ ഇരിക്കും. അല്ല മച്ചാൻ, ഈ 4 തവണ എന്റെ മച്ചാനെ അത് വിട്. എന്നെ രക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റൂ. അന്നമ്മയും കൊണ്ട് നാട്ടിൽ ചെന്നില്ലെങ്കിൽ അപ്പച്ചൻ എന്നെ വീട്ടിൽ കയറ്റൂല. ഇനി നിങ്ങൾ വിചാരിച്ചാൽ എന്തിനും നടത്താൻ പറ്റൂ. മോനെ ചാണ്ടി വിട്ടോടാ. അപ്പൊ എന്റെ പ്രശ്നങ്ങളൊക്കെ അക്കടിയിലിയെന്ന് മച്ചാൻ വിട്ടു. അല്ല മച്ചാനെ, എന്റെ കള്ള്, എന്റെ ഫിഷ്, എന്റെ ചില്ലി നമുക്ക് ശരിയാക്കാന്ന്. എന്താണ് ചലിക്ക് ചാണ്ടി. ചാടിക്കാനും പണി തരുമോ കർത്താവേ? അല്ല ഈ 4 ടൈംസ് ഒക്കെ മുന്നേ വെറുതെ പറഞ്ഞായിരിക്കും. അതല്ലേ ഒന്നുമില്ല. ഞാനേ പിന്നെ But chicken ഒരു ടേസ്റ്റ് യമ്മി പൊളിച്ച്. You should have seen his മോന്ത. അവനെന്ത് സൈസ് പൊട്ടാണ്. ആ സണിച്ചാ, നമ്മുടെ ചാണ്ടിക്കിട്ട് കൊടുത്ത പണിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അന്ത ഇപ്പിടിതാ വേണോ? സണ്ണിച്ച, നമ്മുടെ അന്നമ്മയ്ക്കാകെ ഒരു ഡള്ള്. എന്തു പറ്റി? വന്നപ്പോ മുതൽ ഷീസ് ടെല്ലിംഗ് ഈ ഐലൻഡ് ഫുൾ കങ്ങറണോ. കങ്ങറണോ?
കറങ്ങണം അങ്ങനെ മര്യാദ ബട്ട് ഇവന്റെ ചേട്ടൻ ലീവ് തരണില്ല. ഹൂ നോസ് ബാലി ബെറ്റർ ദാൻ യു സനിച്ച. അണമയും കൊണ്ടൊരു ട്രിപ്പ് പോണം. എപ്പ പോണം? ഞാൻ റെഡി. ഹലോ അങ്കിളെ, ഇത് ഞാനാ ചാണ്ടി. അങ്കിളിന് ഇപ്പോഴും എന്നോട് ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പം എനിക്ക് ഞാൻ ചെയ്ത തെറ്റ് മനസ്സിലായി. അതുകൊണ്ടാ ഇവിടെ അന്നമ്മയ്ക്ക് ഒരു കുറവും വരുത്താതെ ഞാൻ പിന്നാലെ നടന്നു നോക്കുന്നത്. അന്നമ്മേ നോക്കേ, അതിന് നീ എവിടെയാ? ബാലിയിൽ എന്നെ കാണാനല്ലേ അവൾ ഇങ്ങോട്ട് വന്നത്. പിന്നെ അങ്കിളെ പറയുന്നുണ്ടൊന്നും തോന്നരുത്, അവളുടെ പോക്കത്ര ശരിയല്ല. മദർ സെന്റിമെന്റ്സ്. ഹലോ ഹലോ ആന്റി, ചാണ്ടി കുഞ്ഞാണേ. ജോജിയെ വിളിച്ചാലോ? ജോജി കുട്ടാ. ഹലോ ജോജി കുട്ടാ, ചാടി ചാനടാ. എടാ, നിനക്ക് എന്നോട് സ്നേഹമുണ്ട്. ഞാൻ ആൻഡോ ചേട്ടനെയും ഗ്രേസി ചേച്ചിയും ഒക്കെ വിളിച്ചായിരുന്നു. അവർക്ക് ഫോൺ എടുത്ത് ഞാൻ അന്നറിയുമ്പോ തെറി വിളിച്ച് ഫോൺ അങ്ങ് വെക്കും. എടാ കുട്ടാ, ചക്കരേ, നീ കേൾക്കുന്നുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിന്നോട് പറയാനാണ് ഞാനിപ്പോ വിളിച്ചത്. ഇവിടെ നിന്റെ ചേച്ചിയുടെ പോക്ക് ഒട്ടും ശരിയല്ല. കുട്ടി നിക്കറും അവിടെ ഇവിടെയൊക്കെ കാണുന്ന ബനിയനും. എടാ സത്യം പറയാലോ, ഒരുവിധം എല്ലാ വസ്തുക്കളും കാണാം. പിന്നെ നിനക്കറിയോ, വെള്ളവടി വരെ തുടങ്ങി. വെള്ളമടിച്ച് കണ്ട ആണുങ്ങളുടെ കൂടെ കറങ്ങി നടക്കുന്നവരെ കാണാം. ഇന്നലെ ഇവിടെ ഒരു പുഴയിൽ കുറെ ആണുങ്ങളുടെ കൂടെ കുളിക്കുന്നത് ഞാൻ കണ്ടു. ഇന്നോർത്തെ എനിക്കിതിലൊന്നും ഇടപെടേണ്ട ഒരു കാര്യമില്ല. പിന്നെ കുറച്ച് നാൾ കൊണ്ടു നടന്നൊരു പെണ്ണിനോട് കാണിക്കേണ്ട ഒരു മര്യാദ, അത്രേ ഉള്ളൂ. മോനെ, അവിടെ വന്ന് നിന്റെ കൈയും കാലും തല്ലി ഓടിച്ച് കുടിച്ചിടാ കേട്ടോ. കേട്ടു. എന്നാ ഫോൺ വെക്കണം. വെച്ചു. കുരുട്ടടയ്ക്കും വേണ്ടായിരുന്നു. ഓ, ഇപ്പൊ അങ്ങനെ തോന്നണ്ടല്ലേ? എന്റെ കെട്ടുറപ്പിച്ചപ്പോ ചാണ്ടിയുടെ വീട്ടുകാര് ജോലിക്ക് പോണ്ടാന്ന് പറഞ്ഞു. എന്റെ പ്ലാൻ എന്താണെന്ന് ആരും ചോദിച്ചില്ല. ഞാൻ പറഞ്ഞുമില്ല. അവന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചിരിക്കായിരുന്നു. ഇനിയും ടൈം കിടക്കണ്ടല്ലോ ഭായി. എന്തായാലും കല്യാണം നടക്കാൻ നന്നായി. അവൻ ആ ഇന്തോനേഷ്യക്കാരി പെണ്ണിനെയാണ് നല്ലതെന്ന്. അന്നമ്മോ തല്ലിക്കൊന്നാലും ചാവൂല ശവത്തിനാ. അപ്പച്ചൻ എന്നെ അങ്ങ് തിരിച്ചു വിളിച്ചു. എന്നെ കാണലും ഞാൻ അവരുടെ ഒരേ ഒരു മോനല്ലയോ. ആ അതെ 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 അതെ, പുന്നാരമോൻ. ഭാഗ്യത്തിന് ആ മൂദേവി ഇവിടെ ഇല്ല. ഫോറിൻ ടൂർ പോയേക്കുവാ. തിരിച്ചു വരുമ്പോ ചാണ്ടി ഇവിടെ കാണില്ല. ആ അപ്പൊ ആ പെണ്ണിന് രക്ഷപ്പെട്ട്. പോടാ, നീ പോടാ. എണിക്കടി. എന്നെ കാണലും അന്ന മോൾ ആളാകെ മാറി. ഇപ്പോഴാണ് മോൾ അച്ചാൻ്റെ ഒരു റേഞ്ചൊക്കെ എത്തിയത്. എന്നെ തേടി നീ ഇവിടെ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി നിനക്ക് എന്നോടുള്ള സ്നേഹം. ഇടയ്ക്ക് വെച്ച് മോൾ ഈ ലോക്കൽസിനോട് കൂടിയെങ്കിലും അച്ചാന് മോളോട് ദേഷ്യമൊന്നുമില്ല. ശരിക്കും ദേഷ്യമില്ലടി. ആ നീങ്ങ വന്നേ. ആ കമ്മ മറി. എന്തായാലും അച്ഛൻ നീ നാട്ടിലേക്കല്ലേ, മോളോട് പോര്. വീട്ടിൽ നമുക്ക് സംസാരിക്കാം. ഞാൻ കെട്ടുവാണെങ്കിൽ നിന്നെ മാത്രമേ കെട്ടുള്ളൂ. ഈ ചാണ്ടിച്ചായൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഇപ്പൊ സന്തോഷായില്ലേ? സന്തോഷായില്ലേ? ഒന്ന് ചിരിക്കടോ. ചിരിച്ചതേ, താങ്ക് യു. ബൈ. ഇവിടെ കഴിഞ്ഞ
കുറച്ച് നാളുകൊണ്ട് ജീവിതകാലം മുഴുവൻ മറക്കാൻ പറ്റാത്ത കുറേ ഓർമ്മകളാണ് എനിക്ക് കിട്ടിയത്. സണ്ണിച്ചായൻ തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനതെല്ലാം മിസ് ചെയ്തേനെ. സണ്ണിച്ചായനും കൂട്ടുകാരും കൂടി എന്നെ കുറെ മാറ്റി. ലോകത്തൊരാൾക്കും മറ്റൊരാളെ മാറ്റാൻ കഴിയില്ല. ഇപ്പോ ഈ കാണുന്നതാണ് അന്നമ്മ. അത് മനസ്സിലാക്കാൻ തനിക്ക് കുറെ സമയം വേണ്ടി വന്നു. അത് മനസ്സിലായപ്പോ യു ചേഞ്ച് യുവർ സെൽഫ്. അതിന് ഞങ്ങളോട് നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഐ എം ഗോയിങ് ഹോം. ഇനി എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചു തുടങ്ങണം. ബെസ്റ്റ് ഓഫ് ലക്ക്. എന്താ എല്ലാരും പ്രേതത്തെ കണ്ട പോലെ നിൽക്കുന്നത്? ചേച്ചി ഇപ്പൊ നല്ല കേട്ടിട്ടുണ്ടല്ലോ. മിണ്ടാതിരിക്കടാ സത്തെ. ഞാൻ ചേച്ചി ഗ്ലാമർ എന്നല്ലേ പറഞ്ഞോളൂ. നീ അങ്ങനൊന്നും പറയണ്ടേ ഇപ്പൊ. ഓ ഇതിപ്പോ എന്ത് കോലാ മോളെ? നീ മുടിയിൽ എണ്ണയൊന്നും തേക്കാറില്ലേ? അടിപൊളിയായിട്ടുണ്ട് ചേച്ചി. നീ മിണ്ടിയേക്കരുത്. യാത്രയൊക്കെ സുഖമായിരുന്നു മോളെ. എന്റെ മാതാവേ, ഇത് എന്നതാ മോളെ? നീ ആ ചാണ്ടിയെ കണ്ടോ? കണ്ടു. നീ എന്തിനാ ഞങ്ങളോട് നുണ പറഞ്ഞു പോയത്? സത്യം പറഞ്ഞ അമ്മച്ചി എന്നെ പോകാൻ അനുവദിക്കായിരുന്നോ? അവനെ കണ്ടിട്ട് അവനെ മോന്തിക്കിട്ട് ഓടിച്ചോ. എന്താ മോളെ? അവൻ എന്റെ പാസ്റ്റിലാ അമ്മച്ചി. ഇപ്പൊ എനിക്ക് കഴിഞ്ഞതിനെ കുറിച്ച് വിഷമവുമില്ല, വരാനിരിക്കുന്നതിനെ പേടിയുമില്ല. ഓരോ നിമിഷവും ആസ്വദിച്ച് ജീവിക്കാനാണ് എന്റെ തീരുമാനം. എന്താ നിന്റെ ഫ്യൂച്ചർ പ്ലാൻസ്? ഞാൻ ജോലിക്ക് പോകാൻ തീരുമാനിച്ചു. ജോലിക്കോ? ഉം. അല്ല മോളെ, അപ്പൊ കല്യാണോ? ഞങ്ങൾ നിനക്ക് വേണ്ടി നല്ലൊരു ചെക്കനെ കണ്ടുവച്ചിട്ടുണ്ട്. അമ്മച്ചി, എനിക്കിപ്പോ കല്യാണം വേണ്ട. എനിക്കിപ്പോ വലുത് എന്റെ കരിയറാ. അത് എവിടെയെങ്കിലൊക്കെ എത്തിയിട്ട് നമുക്ക് പിന്നെ ആലോചിക്കാം, അല്ലേ പപ്പ? ആ മോള് പറഞ്ഞാ ശരി. ഇപ്പൊ മോള് പോയി ഫ്രഷ് ആയിട്ട് വാ. ജോജിക്കട്ടെ വാ. ഇവിടെ. എനിക്ക് ആകെ ഒരു വിഷമേ ഉള്ളൂ. ആ ചാണ്ടിക്കിട്ട് ഒരു പണി കൊടുക്കണമായിരുന്നു. മോൻ, എന്റെ പൊന്നു മോൻ. എന്റെ അപ്പച്ചൻ. എടി ക്ലാരെ, അപ്പച്ച, ഓ, കുഞ്ഞ്, എന്റെ ചാണ്ടി കുഞ്ഞ്, നീ ആകെ ക്ഷീണിച്ചു പോയല്ലോടാ. അപ്പ, പരിഷ്കാരിയായി. ബൈക്ക്. ആ. എന്നാലും അപ്പച്ചന് നിന്റെ മനസ്സ് കാണാൻ കഴിഞ്ഞില്ലല്ലോ. സാരില്ലപ്പാ. അപ്പച്ചന് സന്തോഷമായി മോനെ, സന്തോഷമായി. മോനെ, എന്തിനാണ് നീ പോയത്? ഞങ്ങളൊരു വാക്ക് പറഞ്ഞ പോരായിരുന്നോ? പറ്റില്ല. എന്റെ ക്ലാരെ, പഴയതൊന്നും പറഞ്ഞ അവന്റെ മനസ്സ് വിഷമിപ്പിക്കണ്ട. എന്നാലും അവൻ നേർവഴിക്ക് വന്നല്ലോ. നീ ഇത്ര ദൂരം യാത്ര ചെയ്ത് വന്നല്ലേ, പോയി കുളിച്ച് ഫ്രഷ് ആയി വാ. ഏയ്, അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. പോയിട്ട് വാ. അയ്യോ, എന്റെ വീട്, എന്റെ വീട്, എന്റെ വീട്. എന്റെ വീട്. ചന്തി. You. I know you would do this to me. Hannama gave me this idea. I was not on a tour. I came and talked to your dad. Hannama told me he needed only money. That's why he called you. Now, I will marry you and torture you every day for the rest of your worthless life.